ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഷാർജ എമിറേറ്റിലാണ്. ഷാർജ എമിറേറ്റിൽ കോർ കൽബ മാംഗ്രൂവ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഇത് കുറച്ച് കാണാനുള്ള ഒരു ഇതാണ്. നമ്മളെ കണ്ടൽക്കാടൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു മാംഗ്രൂവ് ഏരിയ ആണ്. സോ അവിടെ വേറെ റിസോർട്ട്സും കാണാനെല്ലാം ഒരു സൈഡിൽ വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചയിലേക്ക് പോകാം. സോ കണ്ടില്ലേ, കോർ കൽബ മാംഗ്രൂവ് സെൻറ്റർ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. പാർക്കിംഗ് കാണാനെല്ലാം വരുന്നുണ്ട്. ഒരാൾക്ക് ഏകദേശം 15 dirhams ആണ് റേറ്റ് വരുന്നത്. സോ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം അല്ലേ. അത്യാവശ്യം നല്ല റഷും കാണാനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പാർക്കിങ്ങൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളാട്ടോ പാർക്കിങ്ങൊക്കെ വരുന്നത്. നമ്മൾ വലിയ തിരക്കൊന്നും ഉണ്ടാവും വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ നേരെ ഫുജൈറ വന്നപ്പോൾ തൊട്ടടുത്ത ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഈ മാംഗ്രൂവ് സെൻറ്റർ വരുന്നത്. സോ നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കി നോക്കാം. ടിക്കറ്റ് കൗണ്ടർ ഇതാ കാണുന്നിടത്താണ്, നമ്മളെ നേരെ കണ്ടില്ലേ ആ കാണുന്നിടത്താണ് ടിക്കറ്റ് കൗണ്ടർ നിൽക്കുന്നത്. അവിടെ ഏകദേശം ഒരാൾക്ക് 15 dirhams ആണ് തോന്നുന്നുണ്ട് ക്യാഷ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാം. കണ്ടില്ലേ അങ്ങ് ആ ദൂരെ നിൽക്കുന്ന പ്ലേസൊക്കെ ഇല്ലേ, അതും റിസോർട്ട്സ് കാണൊക്കെയാണ് കേട്ടോ വരുന്നു തോന്നുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. കണ്ടില്ലേ, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. പിന്നെ ഇവിടെ മറ്റേ വെഹിക്കിളിൻ്റെ ഉണ്ട്, അതിൻ്റെ ക്യാഷും കണക്കെല്ലാം വരുന്നു തോന്നുന്നുണ്ട്. പിന്നെ ആ അറ്റത്ത് കാണില്ലേ, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് ഏകദേശം. സോ ഇതാണ് ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് കടലും കാണലെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഈ റിസോർട്ട്സിനൊക്കെ ബാക്ക് സൈഡിലേക്ക് അങ്ങോട്ട് ബീച്ചും കാണണം, കൽബ ബീച്ച് കാണാൻ എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്, ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതല്ല, ഈ വണ്ടിയിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഉണ്ടാകൊക്കെ ഇൻക്ലൂഡറാണ്. അതിന് വേറെ ചാർജ് കാണുന്നില്ല. നേരെ ചിലപ്പോൾ ചാർജ് ഉണ്ടാവും പറഞ്ഞിരുന്നു, പക്ഷേ ചാർജ് കാണുന്നില്ല കേട്ടോ വണ്ടിയിൽ. ഈ വണ്ടി ഒരു പോർഷൻ വരെ നമുക്ക് വണ്ടിയോട് ഇറക്കി തരും, ബാക്കി നമുക്ക് നടന്ന് കാണണം. നമ്മുടെ ഈ സെൻറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് 11th April 2021 തോന്നുന്നു കേട്ടോ. ഏപ്രിലിൽ ഓപ്പൺ ആയിട്ടുള്ളത്. ഇങ്ങനെ വണ്ടിയിലൊക്കെ ആൾക്കാർ വന്ന് ഡ്രോപ്പ് ചെയ്ത് തരും ഇവിടുന്ന്. അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാൻ വണ്ടി വരെ തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ നോക്കി നോക്കാം. സോ ഈ കാണുന്ന സെൻറ്ററിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ഇനി ഇവിടെ കുറച്ചൊരു അക്വേറിയം മോഡലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷസ്, ക്രാബ് കാണലൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് കാണാൻ എന്തായാലും അത് ഇതാ കണ്ടില്ല, ബാക്കിൽ കണ്ടില്ല, ഇത് അക്വേറിയം കാണലൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ക്രാബ് കാണലൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ നെയിംസ്, നോൺ സ്പീഷ്യസ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത് 28 centimeters. പിന്നെ അതിൻ്റെ കണ്ടില്ലേ ഡയറ്റ് കാര്യങ്ങൾ, പിന്നെ ബ്രീഡിങ് അപ് ടു കണ്ടില്ലേ 10 lakh സംതിങ്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കുറച്ച് അക്വേറിയംസ് ആണ് കേട്ടോ. കണ്ടില്ലേ, നേരത്തെ ഇപ്പോൾ കണ്ടില്ലേ, ഒക്കെ വെറൈറ്റി നമ്മൾ കാണാത്ത കുറേ ഇതാണ് കാണുന്നത്. ഇതിലും കുറേ ഫിഷസ് കാണാനുണ്ട്. ഓരോതിൽ കുറേ ടൈപ്സ് ഓഫ് ഫിഷസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പഫർ ഫിഷ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് സ്പോട്ട് സ്നാപ്പർ, ഡബിൾ സീ ബ്രീം, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ഫിഷസിൻ്റെ നെയിമെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനോട് മീൻസ് ഓരോന്നിൻ്റെ ഡിസൈൻസ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഏതാണ് ഡിസൈൻസ് നമുക്ക് താഴത്തെ വിത്ത് നെയിമിങ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് ആ ഫിഷസ് കാണാനെല്ലാം വരുന്നത്. കണ്ടില്ലേ ഇതിലൊക്കെ വെറൈറ്റി ഫിഷസ്, വലിയ ഫിഷസാണ് കൊടുത്ത്. അത്യാവശ്യം ഒക്കെ വലിയ മീനുകളോട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ കളിക്കാനുള്ള ചെറിയ പാർക്ക് കാണാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിള്ളേർ കളിക്കാനുള്ളത്, ഇങ്ങനെ കളിക്കാനുള്ളതൊക്കെ ചെറിയ പാർക്ക് കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ അറ്റത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ബ്രിഡ്ജ് കാണാൻ നമുക്ക് അങ്ങോട്ട് പോകണം. അത് പിന്നെ കുറേ ഇങ്ങനെ നടന്നു വരാനുള്ള പാത്ത് വേ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഏരിയ വരുന്നത്. ഒരു കണ്ടൽക്കാട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ സൈഡിലേക്കാണ് കണ്ടൽക്കാടൊക്കെ വരുന്നത്. കണ്ടില്ലേ, ആ ബ്രിഡ്ജ് കയറിയിട്ടാണ് അവിടെ കാണേണ്ടതാണ് പറഞ്ഞത്. കണ്ടില്ല, അറ്റത്ത് ബ്രിഡ്ജ് കണ്ടോ, ആ ബ്രിഡ്ജ് കയറ്റി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇതിന് രണ്ട് സൈഡ്സിലും ഭയങ്കര ഭംഗിയാണ് കണ്ടില്ലേ, ഭയങ്കര വ്യൂ ആണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ പണ്ട് നല്ല വെള്ളം കൂടുതലായിരുന്നു, ഇപ്പോൾ കുറവാണ്. കണ്ടില്ലേ, പക്ഷേ കുറച്ച് കുറവാണ്. പക്ഷേ ഇതിനെക്കാട്ടും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കേട്ടിരിക്കുന്നത്. ആ ഒരു പോർഷനിൽ മാത്രമേ കൂടുതൽ വെള്ളമുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ നേരെ കണ്ടൽക്കാടിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാണ്. രണ്ട് സൈഡ്സിലും നമ്മളെ മരം വന്നിങ്ങനെ മൂടിയിട്ട് കണ്ടില്ലേ, ഭയങ്കര ഭംഗിയാണല്ലേ. കണ്ടില്ലേ,